നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ലൈവ് പ്രോമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ചകളിൽ നോർമൽ കേസിൽ കോണ്ടന്റ് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷെ എല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഉച്ചയ്ക്ക് വരുന്ന പ്രോമോ ആണ്. കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോനെ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ ഉച്ചയ്ക്കുള്ള പ്രോമോ ആണ്. പ്രൊമോസ് നോട്ട് എ പ്രോമിസ്. ഞാൻ തന്നെ ഏകദേശം പറഞ്ഞ് തളർന്നിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാം, കണ്ടും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആര്യനെ പിടിച്ച് കുടയുന്നുണ്ട്. വളരെ വൃത്തികെട്ട ഒരു കാര്യം, വളരെ മോശം, വളരെ 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 വൃത്തികെട്ട്, പറയാതിരിക്കാൻ വയ്യ. അടുക്കളയിൽ ഉള്ളിയും വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന അരിയുന്ന കത്തി ഉണ്ടല്ലോ, കത്തി ഉപയോഗിച്ചിട്ട് ആര്യൻ അവനെ താടി മുറിച്ചിരിക്കുന്നു. എന്തൊട്ടും മലരണ അവനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഛേ, അയ്യയ്യയ്യേ, വലിയ എന്താ പറയാ, അയ്യേ, എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ തോന്നുക. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി വീട്ടിൽ പോലും ആൾക്കാർ ചെയ്യില്ല. വീട്ടിൽ പോലും ചെയ്യാത്ത സംഭവം ബിഗ് ബോസ് ഹൗസ് ഇതുപോലെ ഒരു പബ്ലിക് ഷോ, എല്ലാവരും കാണുന്ന ഒരു ഷോ, ലോകമെമ്പാടുള്ള മലയാളികൾ കാണുന്ന ഒരു ഷോ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരും കൂടെ അല്ല, പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ആൾക്കാർ. അയ്യയ്യേ, ഇവരൊക്കെ കൂടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഷോയിനകത്ത് അടുക്കളയിൽ കറി മുറിക്കുന്ന ഒരു കത്തി കൊണ്ട് താടി വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇവനൊക്കെ എന്ത് മനുഷ്യനാ. ഞാൻ ആ പ്രൊമോ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എനിക്കിതിലൂടെ കാണാൻ കഴിയില്ല. ലാലേട്ടൻ വരുന്നുണ്ട്. ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ലാലേട്ടൻ വീടിനുള്ളിൽ കയറുന്നുണ്ട്. ഇവരെയൊക്കെ പുറത്താക്കിയിട്ട് ഇവരൊക്കെ ഗ്ലാസിനുള്ളിൽ കൂടെ നോക്കി നിൽക്കുന്നു. ലാലേട്ടനും പിന്നെ മറ്റേ പട്ടിയും, ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ സ്പൈക്കുട്ടൻ പട്ടിയായിരിക്കും എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സ്പൈക്കുട്ടൻ പട്ടിയും ലാലേട്ടനും കൂടി ഹൗസിനുള്ളിൽ കയറിയിട്ട് ലാലേട്ടൻ അവിടെ കംപ്ലീറ്റ് അരിച്ചു വെറുക്കുന്നുണ്ട്. എല്ലാ പാത്രങ്ങളും അത്രയും അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ, വൃത്തികെട്ട രീതിയിൽ. വലിയ വലിയ ആൾക്കാരാണല്ലേ, സമൂഹത്തിൻ്റെ നിന്നുള്ള പല ആൾക്കാരാണ്. വൃത്തികെട്ട രീതിയിൽ കിടക്കുന്ന വീട് ലാലേട്ടൻ കയ്യോടെ പൊക്കുന്നു. ലാലേട്ടൻ കയ്യോടെ പൊക്കിയതിന് ശേഷം ഇവരെ വിളിച്ച് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്തായാലും ഞാൻ ആ പ്രൊമോ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ കാണുക. പ്രൊമോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അവിടെ പോയി കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരിക. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊമോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. എനിക്ക് എത്ര കാണുമെന്നുള്ള അറിയില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പ്രൊമോ ഇതിൽ പ്ലേ ചെയ്യുന്നില്ല. ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന ബെഡ് ആരുടെയാണ്? ക്യാപ്റ്റൻ, എനിക്ക് ഒരു കാര്യം ചെയ്യട്ടെ. യു ഡോണ്ട് ഡു ഇറ്റ് ഇൻ എ ഹൗസ്. വീട്ടിൽ ചെയ്യാറില്ലേ? ഇത് നിങ്ങളുടെ വീടല്ലേ? അടുക്കളയില് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്ന കണ്ടല്ലേ ഞങ്ങള്? എന്താണ്, പറയൂ. ഇപ്പൊ ഇത് എന്റെ കയ്യിലിരിക്കട്ടെ, ഇനി ഇത് തിരിച്ചു കിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി 9 മണിക്ക്. യെസ്, ഈ പ്രൊമോ നിങ്ങൾ എത്ര പേര് കണ്ടു? കണ്ടവർ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇറക്കി വിട ലാലേട്ട അവനെ, അതൊന്നും വേണ്ട കേട്ടോ. അല്ല, ഞാൻ പറയേ, ഇതൊക്കെ വേറെ സംഭവമുണ്ട്. ഇതൊക്കെ ഇനി വേറെ എല്ലാവരോടും കൂടി പറഞ്ഞ് കൂട്ടി യോജിപ്പിച്ചാന്ന് അറിയില്ല. പക്ഷെ ആര്യൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു അവൻ തന്നെ ആണ് ആ താടി കട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനിയിപ്പോൾ എന്താ വെച്ചാൽ വേറെ ഉള്ളവരോടൊക്കെ പറഞ്ഞ കേസൊക്കെ പ്രൊമോയിൽ അവിടെയും ഇവിടെയും കട്ട് ചെയ്ത് ചിലപ്പോൾ ഇട്ടതായിരിക്കാം. കമൻറ്റ് ബോക്സ്, ആര്യൻ ആൻഡ് ജിസേൽ ഹേറ്റേഴ്സ് ആരൊക്കെ? നമ്മളെ മാതിരി അല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ഇപ്രാവശ്യം ബിഗ് ബോസ് നമുക്ക് ഇപ്പം ഇന്ന് ഞാനും വൈഫും കൂടി ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബിഗ് ബോസ് കാണുന്ന സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യമല്ല, സാധാരണ ഇതിൽ അഖിലിൻ്റെ സീസൺ, റോബിൻ്റെ സീസണൊക്കെ, പല ആൾക്കാരുടെ സീസൺ, ഈ സീസണിലൊക്കെ ബിഗ് ബോസ് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭയങ്കര ടെൻഷൻ തോന്നിയിരുന്നു. സീരിയസ്ലി നമ്മൾ പറയണമെന്താ, ഒരു വ്യൂവർ എന്നുള്ള കണ്ടീഷനിൽ ടെൻഷൻ തോന്നും. ഈശ്വര, ഈ ആഴ്ച വരുന്ന സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ ലാലേട്ട ഏറ് കയറ്റുമോ, ചീത്ത പറയുമോ, പുറത്ത് പോകേണ്ടി വരുമോ, ഈ രീതിയിലുള്ള എല്ലാ ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു പരിപാടി തന്നെയല്ല. ഇപ്രാവശ്യം ലാലേട്ടൻ ഇനി ആരെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഒരു വിഷയമില്ല, ഒരു മനസ്സിന് ടെൻഷനില്ല. കാരണം വെച്ചാൽ പേഴ്സണലി ആരോടും ഒരു അറ്റാച്ച്മെൻറ്റോട്, പേഴ്സണലി അല്ല, ആരോടും ഗെയിമിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല. അത് പൊളിച്ചു ലാലേട്ടൻ. സൽമാൻ ഖാനായി. യെസ്, കുന്നംകുളം രൺബീർ കപൂർ. ഓൻ സ്വയം രൺബീർ കപൂർ പറഞ്ഞ് നടക്കുന്നത്. ഓനെ രൺബീർ കപൂറാക്കി വാഴ്ത്തുന്ന കുറേ ടീംസ് ഉണ്ട്. കുന്നംകുളം രൺബീർ കപൂറിന് നല്ലത് കിട്ടണം. അവൻ്റെ ആ അഹങ്കാരം കുരായണം. എൻ്റെ ലാലേട്ട പൊളിച്ചു. ബിഗ് ബോസ് ഇപ്പോൾ വേറെ ലെവൽ. എൻ്റെ ലാലേട്ട ചക്രവുമ്മ. ഇനി ഇതുപോലെ മുന്നോട്ട് പോയാൽ മതി ലാലേട്ട. അവൻ ആ ആര്യൻ കുറച്ച് ഓവർ അവൻ്റെ അണ്ണാക്കിലിട്ട് കൊടുത്ത് ഇഷ്ടമായവർ ലൈക്ക് അടിക്കുന്നത് കണ്ടമാനം ലൈക്ക് ഉണ്ട് ഈ കമൻറ്റിലൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇതൊക്കെ സത്യമാണെന്നുള്ള അറിയാട്ടെ നമുക്ക്. ഈ കണ്ട കാര്യങ്ങളൊക്കെ ഇന്നും ഞാനൊക്കെ പറഞ്ഞിട്ട് രാത്രി ഇതിൽ വരുന്ന സമയത്ത്, അനീഷ് നിങ്ങൾ മിണ്ടിയത് ശരിയായില്ല, ഷാനവാസ് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അഭിലാഷ് നിങ്ങൾ എന്തുകൊണ്ട് ഇതേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ പറയാൻ ചാൻസ് ഉള്ളൂ.
ലാലേട്ടൻ എൻട്രിക്ക് കാത്തിരുന്നവരുണ്ടോ? ലാലേട്ടൻ അതിനുള്ളിൽ കയറി റിയലി സർപ്രൈസ്. ആ പട്ടി അത്യാവശ്യം പാര പണിതുണ്ട് കേട്ടോ, കള്ളപ്പട്ടി സ്പൈക്കുട്ടൻ. ഈ പ്രാവശ്യം ലാലേട്ടൻ തീയാണ്. ഇപ്പോഴാണ് ഹിന്ദി ബിഗ് ബോസ് ലെവലൊക്കെ ആയത്. ആ ഹിന്ദി ബിഗ് ബോസിൽ കളിക്കുന്ന ആൾക്കാർ അതേമാതിരത്തെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ. മോനെ ഇത് കിടുക്കാച്ചി സാധനമായി. അവൻ വലിയ എന്തോ ആണെന്നുള്ളൊരു ഹുങ്ക് അവനുണ്ടായിരുന്നു. ഇതോടെ ചിലപ്പം അവൻ നന്നാവട്ടെ, അവനൊക്കെ നന്നാവണം. ഭയങ്കര അഹങ്കാരവും ആറ്റിറ്റ്യൂഡും. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ലാലേട്ടൻ, ഇതാണ് പ്രേക്ഷകർ കാണാൻ കൊതിച്ച ലാലേട്ടൻ. ഇന്നത്തെ പ്രോമോ കൊള്ളാം, ഇങ്ങനെ സ്ട്രോങ് വേണം ലാലേട്ട. എൻ്റെ പൊന്നോ ലാലേട്ടൻ ഒരേ പൊളി. ഇതന്നെയാണ് ഞാൻ കണ്ടു. സൽമാൻ ഖാനെ മലയാളം ബിഗ് ബോസിൽ കണ്ടു. സൽമാൻ ഖാൻ ഒന്നും വേണ്ട, നമുക്ക് നമ്മളെ ലാലേട്ടൻ മതി. വി ഡോണ്ട് വാണ്ട് സൽമാൻ ഖാൻ. പക്ഷേ കുറച്ച് സ്ട്രോങ് ആയിട്ട് അവരൊക്കെ ഞെട്ടിച്ച് കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് കഴുത്തറുത്താലും നമുക്കത് ഒരു രസമാണ്. എന്തായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള പ്രൊമോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ. വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് പ്രൊമോ ഓർ വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് അടുത്ത എപ്പിസോഡ് അല്ലേ. യെസ്, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.